ചേരുക നീ എന്നാത്മാവേ, ചേരുക യേശുവിനരികിൽ നീ. തുണയവനല്ലാതാരുള്ളി ഏഴകൾ നമ്മെ പാലിപ്പാൻ. പുതിയൊരു ദിവസം വന്നതിൽ നാം എങ്ങനെ നമ്മുടെ ജീവിതത്തെ ഭൂതലമതിലെ നയിച്ചിടണം. ആയതറിക്കതനോട് നാം പോയൊരു ദിവസം അതുപോലെ ഭൂവിലെ വാസവും നീങ്ങിപ്പോം. നീയതു ധ്യാനിച്ചീശങ്കൽ ആശ്രയം പുതുക്കണമീ ക്ഷണത്തിൽ. ഉണരുക നീ എന്നാത്മാവേ, ചേരുക യേശുവിനരികിൽ നീ. വീടുമില്ലാരുമില്ലൊന്നുമില്ലീ ലോകത്തിലെനിക്കെന്നോർക്കുക നീ. വിട്ടകലും നീയൊരു നാളിൽ ഉണ്ടെന്നു തോന്നുന്ന സകലത്തെയും. നീതി സൗഭാഗ്യങ്ങൾ അനുഭവിപ്പാൻ സ്വർഗത്തിൽ നമുക്കുള്ള വീടുമതി. നിത്യജീവാമൃതമോദമണിഞ്ഞപ്പൻ്റെ മടിയിൽ വസിക്കരുതോ. ഉണരുക നീ എന്നാത്മാവേ, ചേരുക യേശുവിനരികിൽ നീ. സ്നേഹിതർ നമുക്കുണ്ട് സ്വർഗത്തിൽ, ദൈവത്തിൻ ദൂതരും പരിശുദ്ധരും. സ്നേഹം കൊണ്ടേശുവെ വാഴ്ത്തിപ്പാടുന്നവിടെ നമുക്കും പാടരുതോ. ക്രിസ്തന്റെ കാഹളമൂതും ധ്വനി കേൾക്കുമോ ഈ ദിനമാരറിഞ്ഞു. വിശ്രമവാസത്തിലാകുമോ നാം, ഏതിനുമൊരുങ്ങുകെന്നാത്മാവേ. ഉണരുക നീ ചേരുക യേശുവിനരികിൽ നീ. ഉണയവനല്ലാതാരുള്ളി ഏഴകൾ നമ്മെ പാലിപ്പാൻ. അവിടുത്തെ കൃപയിലടിയങ്ങൾ ആശ്രയിച്ച് അവിടുത്തെ കൃപാസനത്തിലോട്ട് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, നീ നല്ലവനും വല്ലഭനുമായ ദൈവമാകുന്നു. ജീവിതത്തിൻ്റെ എല്ലാ യാത്രകളിലും യേശുനാഥൻ്റെ തിരുസാന്നിധ്യം അടിയങ്ങളോട് കൂടെയിരുന്നു. സങ്കടവേളകളിൽ ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഞങ്ങളെ വഴി നടത്തുന്ന നല്ല ദൈവത്തിൻ്റെ പാദപീഠത്തിൽ അടിയങ്ങൾ കടന്നു വരുന്നു. തലമുറ തലമുറയായി അവിടുന്ന് ഞങ്ങളുടെ സങ്കേതമായിരിക്കൊണ്ട് സ്തോത്രം. നീ അനാദിയും ശാശ്വതവുമായ ദൈവമായിരിക്കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അരുമനാഥന്റെ പാദപീഠം കടന്നു വന്ന് നിങ്ങളിൽ ആശ്വാസം പ്രാപിപ്പാൻ തരുന്ന കൃപയ്ക്കായി സ്തോത്രം. സർവാശ്വാസത്തിൻ്റെയും ഉറവിടമായ നാഥ, ഇന്ന് കാലം ഞങ്ങളുടെ കണ്ണുകളെ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. കർത്താവേ, നീ ഞങ്ങളുടെ നല്ല ദൈവമായിരിക്കൊണ്ട് നന്ദിയോടെ സ്തോത്രം. വിശിഷ്യ ഇന്ന് പകൽക്കാലം കർത്താവെ ഇവിടെ നടക്കേണ്ട ശുശ്രൂഷകളെ ദൈവകരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലാസറിന്റെ കല്ലറയ്ക്കൽ കടന്നു കണ്ണുനീർ വാർത്തവനായ കർത്താവ്, ഇന്ന് പകൽക്കാലം ഈ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ആശ്വസിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോഷി ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകനെ ധൈര്യപ്പെടുത്തണം, ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ. പ്രിയ മകൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
കർത്താവിന്റെ കരം അനുകൂലവും ആശ്വാസവുമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ ഇവിടെ നടക്കേണ്ട ശുശ്രൂഷയെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ശുശ്രൂഷിപ്പാനായ നിന്റെ ദാസന്മാരെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ദാസന്മാരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ദൂതുകളും ആലോചനകളും പകൽക്കാലം കേൾക്കുവാൻ കൃപ ചെയ്യണമേ. നാഥ, ആദിയുടെ അവസാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഈ ശുശ്രൂഷയെ നിയന്ത്രിക്കുമാറാകണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രകൃതി അനുകൂലമാക്കി തരണമേ. കടന്നു വരുവാനുള്ള പ്രിയപ്പെട്ടവർ എത്രയും വേഗം കടന്നു വരുവാൻ ഇടയാക്കണമേ. നാഥ, നിന്റെ കണ്ണുകളിലേക്ക് നോക്കുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന ദൈവമായിരിക്കും കൊണ്ട് സ്തോത്രം. നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട് സ്തോത്രം. സകലത്തിലും തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. പിതാവേ, കേൾക്കണമേ. രാവിലെ കാലം ദൈവമക്കളെ, ദുഃഖത്തിലായിരിക്കുന്ന ഈ പ്രിയ കുടുംബത്തോടു കൂടി നമുക്കെല്ലാം ഇതുപോലെ ഒരു അവസരം നമുക്ക് തന്ന ദൈവം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ പല പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. ഒരു വാക്യം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ വായിക്കട്ടെ. വേദോത്സവത്തിലെ ആദ്യത്തെ പുസ്തകമായ ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചെരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് എങ്ങനെയാണ്? Then Job arose and rent his mantle and shaved his head and fell down upon the ground and worshipped. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. ദൈവത്തിൻ്റെ ദാസനായ ഇയ്യോബ് താൻ അറിയാതെ തന്നെ കടന്നുപോയ ട്രയൽസിൻ്റെ ഒരു ഭാഗമാണിത്. താൻ അറിയുന്നില്ല ദൈവവും പിശാചുമായിട്ടുള്ള സംവാദത്തെ പറ്റി. ദൈവത്തിൻ്റെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് അവിടെ കാണുന്നത് ജോബിൻ്റെ മേലുള്ള. നീ ഒരു സാഹചര്യത്തിൽ ദൈവം എത്രമാത്രം കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിൽ ദൈവം കാണിക്കുമെന്ന് നമുക്കറിയില്ല. പിശാച് പറഞ്ഞു, നീ അവനിലുള്ള കവചം എടുത്ത് മാറ്റ്, എന്നാൽ നീ നിന്നെ അവൻ പ്രാഗി നിന്നെ എതിർത്ത് കളയുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് അതിനെതിരായിട്ട് ദൈവം ഇയ്യോബിൻ്റെ മേൽ വെച്ചിരിക്കുന്ന ആ കോൺഫിഡൻസ് ഇയ്യോബ് പറയാണ്. തൻ്റെ ഭാര്യ ചോദിച്ചപ്പോഴും താൻ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടു. ദൈവമക്കളെ, ഇത് പലപ്പോഴും വിശ്വാസികൾ എന്ന പേരുള്ള നമ്മുടെ മേല് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ട്: ദ ട്രയൽസ് ഇൻ എ പേഴ്സൺസ് ലൈഫ് ക്യാൻ മേക്ക് ഹിം ബിറ്റർ ഓർ ബെറ്റർ. നമ്മുടെ ജീവിതത്തിൽ ഈ അവസ്ഥകളിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം റോമൻ ചാപ്റ്റർ 8:28 പറഞ്ഞു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവമക്കളെ, ഇതാണ് ക്രിസ്ത്യാനിയുടെയും ലോകത്തിലുള്ള മറ്റുള്ള മതങ്ങളിലുള്ള മനുഷ്യരുടെ വ്യത്യാസം. ക്രിസ്ത്യാനിറ്റി ഈസ് എ സൂപ്പർ നാച്ചുറൽ റിലീജിയൻ. ഇതൊരു സാധാരണപ്പെട്ട ഒരു മതമല്ല. പലപ്പോഴും വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അതാണ് ബൈബിൾ പറയുന്നത്. ഇന്ന് നമുക്ക് മുന്നിൽ കാണുമ്പോൾ എല്ലാം പരാജയപ്പെട്ട ഒരു ഫീലിംഗ്. കർത്താവ് കാൽവരി ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ലോകത്തിലുള്ളവർ അത് നോക്കിയപ്പോൾ അവർക്ക് തോന്നുന്ന പരാജിതനായ ഒരു ദേശം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കാൽവരി ക്രൂശിൽ അവൻ എല്ലാത്തിനെയും പിശാചിനെ താളടിയാക്കി. അത് അദൃശ്യ ലോകത്തിൽ ആ ലെവലിലേക്ക് ഒരു ദൈവപൈതൽ വളർന്നു കഴിയുമ്പോൾ ഈ ലോകത്തിൽ കാണാത്ത കാര്യങ്ങൾ അവനെ ദൈവം കാണിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത നിത്യതയെക്കുറിച്ചുള്ള ഒരു പ്രകാശമാണ്. നിത്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ
നിത്യധനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ദൈവമക്കളെ, വചനം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു യഥാർത്ഥ വിശ്വാസി ഈ ലോകത്തിൽ അവനുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അവനെപ്പോഴും നൊടിയിടെ എന്നാണ് കാണുന്നത്. കാരണം വചനം പറഞ്ഞു 70 ഏറിയാൽ 80. ഇത്രയും വർഷങ്ങൾ ഉള്ളത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് മാറിപ്പോകും. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എന്നാൽ ദൈവപൈതലിന് ഏറ്റവും വേണ്ടിയത് അവൻ എപ്പോഴും സന്തോഷം. പൗലോസ് അപ്പോസ്തലൻ മരിക്കാൻ അവർക്ക് ഭയമില്ല. നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ ഓർത്ത് അയ്യോ അദ്ദേഹം അയാൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ കഷ്ടതകൾ ഉണ്ടാകുന്നത്. ദൈവമക്കളെ, അതല്ല. അദ്ദേഹവും ദൈവമായിട്ടുള്ള കണക്ഷൻ, ദൈവത്തിൻ്റെ വചനം പറയും എന്തുകൊണ്ട് നമ്മളിത് കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ക്യാരക്ടർ ഫോർമേഷൻ, എൻഡ്യൂറൻസ്, സഹിഷ്ണുത. യാക്കോബിന്റെ 1-ാം അധ്യായത്തിലും ഇത് തന്നെ പറയുന്നു. അദ്ദേഹം 1-ാമത്തെ അധ്യായം പറയുന്നത് ലിവിംഗ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് പറയുന്നത്. ഡിയർ ബ്രദേഴ്സ്, വെൻ യു ഗോ ത്രൂ ഹാർഡ് ടൈംസ് ബി ഹാപ്പി. നമ്മുടെ കഷ്ടതകൾ നമ്മളെ ആ സഹിഷ്ണുതയിലേക്ക്, ക്യാരക്ടർ ഫോർമേഷനിലേക്ക്. ക്യാരക്ടർ ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം ഒരിക്കലും മഹത്വപ്പെടത്തില്ല. ഓരോ അവസ്ഥകൾ കഴിയും തോറും യേശുവിനെ പോലെ, കൊരിന്ത്യലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തേജസ്സിനുമേൽ തേജസ് പ്രാപിച്ചു നമ്മുടെ സ്വഭാവങ്ങൾ മാറി യേശുവിനെ പോലെ ആയിത്തീരുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതിൽ കൂടെ ഭാഗ്യം നമുക്ക് എന്താണ് ദൈവമക്കളെ നമുക്ക് വേണ്ടി. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വിഷമിച്ച് സങ്കടപ്പെട്ട് പോകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവരോട് നമ്മൾ യേശുവിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഐ കെയിം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് അബണ്ടൻ്റ്ലി, ആ നിത്യത യേശുവിന് മാത്രം, യേശുവിനോടുള്ള വാസം. ഇവിടെ പാടുന്ന എല്ലാ പാട്ടുകളും അതിനുള്ള ആ രീതിയിലുള്ള പാട്ടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യാശയുടെ ഗാനങ്ങൾ. പലപ്പോഴും ആളുകൾക്ക് സമയമാ രേതത്തിൽ ആ പാട്ട് കേൾക്കുമ്പോൾ ചിലർക്ക് പേടി ഉണ്ടാകാറുണ്ട്. എന്നാൽ പേടി ഉണ്ടാകേണ്ട പാട്ടല്ല. എത്രയോ ആ പ്രത്യാശയുടെ ഗാനം അത് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് മാത്രം പാടാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന പ്രിയ ജോഷി ബ്രദർ താനും ദൈവമായിട്ടുള്ള ബന്ധം തനിക്കറിയാം എന്താണെന്ന്. ഞാൻ പ്രത്യേക തൻ്റെ മകൾ സാറായ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ പൈതലിനെ കൊണ്ട് ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്നുള്ളതിന് ഒരു സംശയമില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ ആ കുടുംബത്തെ കുറിച്ച് ദൈവം എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടു കാണാം. ഇല്ല അത്ഭുതം. അടുത്ത കൊയറിനെ ഒരു പ്രത്യേക ഗാനത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഉയർപ്പിൻ ജീവനാ നിത്യജീവൻ നൽകും, ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. കർത്താവിനോട് കൂടെ ഞാൻ നിത്യവാസമേ, കർത്താവിനോട് കൂടെ ഞാൻ നിത്യവാസമേ. അവനിടം വിട്ടു ശരീരബന്ധന, അവനിടം വിട്ടു ശരീരബന്ധന. ലോകേ അലഞ്ഞാലും ഞാനൻ വീടോടടുക്കുമേ, ലോകേ അലഞ്ഞാലും ഞാനൻ വീടോടടുക്കുമേ. എൻ പ്രിയൻ പാർപ്പിടം മനോഹരാഗമ്യം, എൻ പ്രിയൻ പാർപ്പിടം മനോഹരാഗമ്യം. മുത്തുകളാൽ സംഗീതമാത്രം കണ്ടു ഗോപുരം, മുത്തുകളാൽ സംഗീതമാത്രം കണ്ടു ഗോപുരം. കണ്ടാലും നിശ്ചിടാം നിത്യമായി വാണിടാം, കണ്ടാലും നിശ്ചിടാം നിത്യമായി വാണിടാം. എന്നാത്മാവും വചിക്കുന്നേ ഞാനെന്നു ചേരുമോ, എന്നാത്മാവും വചിക്കുന്നേ ഞാനെന്നു ചേരുമോ. എന്നാത്മവാസമോ മറ്റൊരു ഗ്രഹത്തിൽ, എന്നാത്മവാ
പൊൻവാതിലുകൾ വിശ്വാസ കണ്ണുകൾക്കെത്ര ശോഭിതം. പൊൻവാതിലുകൾ വിശ്വാസ കണ്ണുകൾക്കെത്ര ശോഭിതം. ശുദ്ധരിൽ ശോഭനം അവകാശമാം സാരേ. ശുദ്ധരിൽ ശോഭനം അവകാശമാം സാരേ. പ്രാപിപ്പാനാഗ്രഹത്താൽ വാഞ്ചിക്കുന്നേ എന്നുള്ളം. പ്രാപിപ്പാനാഗ്രഹത്താൽ വാഞ്ചിക്കുന്നേ എന്നുള്ളം. എന്നല്ല തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. എന്നല്ല തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. മന്നാവനാം യേശുവോടു കൂടെ വാണിടും. മന്നാവനാം യേശുവോടു കൂടെ വാണിടും. ഉയർപ്പിൻ ജീവനാ നിത്യജീവൻ നൽകും. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. കർത്താവിനോടു കൂടെയ നിത്യവാസമേ. കർത്താവിനോടു കൂടെയ നിത്യവാസമേ. എന്നല്ല തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. എന്നല്ല തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. മന്നവനാമൻ യേശുവോടു കൂടെ വാണിടും. മന്നവനാമൻ യേശുവോടു കൂടെ വാണിടും. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. കർത്താവിനോടു കൂടെയ നിത്യവാസമേ. കർത്താവിനോടു കൂടെയ നിത്യവാസമേ. പ്രധാന സന്ദേശം നൽകുവാൻ പാസ്റ്റർ ഷാജിക്കാരത്തെ ക്ഷണിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് തൻ്റെ ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കേണ്ടതിനായി ഈ രാവിലെ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. വേദിയിലും മുൻഭാഗങ്ങളിലും ഇരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ജോഷി, ഇമ്മീഡിയറ്റ് ഫാമിലി, എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കേണ്ടതിനായി, ധൈര്യപ്പെടുത്തേണ്ടതിനായി ഇന്ന് പകൽക്കാലത്തെ ഈ ശുശ്രൂഷ ഒരു ആത്മീക ഉത്തേജനത്തിനും ധൈര്യത്തിനും പ്രത്യാശയ്ക്കും കാരണമാകേണ്ടതിനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച പ്രാർത്ഥനയോടെ ദൈവ സന്നിധിയിൽ സമർപ്പിക്കാം. കഴിഞ്ഞ അനേക വർഷങ്ങൾ ജോഷിയുമായി പരിചയപ്പെടുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മകൾ പങ്കിടുവാനും ഒക്കെ ലഭിച്ച അവസരങ്ങൾ ഞാൻ ഓർക്കുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ കൃപ തനിക്ക് നൽകപ്പെടട്ടെ എന്ന് ഒരിക്കൽ കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബമായി ഞങ്ങളും അവരെയും പ്രത്യേകിച്ച് ഈ സഭയെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ സമയം ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊന്നും പരാതിയായ സിസ്റ്റർ വിമലയുടെ ആത്മാവുമായി ബന്ധപ്പെട്ടുള്ളതല്ല. കാരണം ദൈവവചനം പറയുന്നു, ഒരു മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. നമ്മുടെ ജീവന്റെ അവസാന ശ്വാസം വരെയുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്വമാണ് ദൈവം നമ്മോട് ചോദിക്കുന്നത്.
അതിനുശേഷം നമ്മുടെ ആത്മീയ നിലവാരത്തിന് ഒരു മാറ്റവും വരുത്തുവാൻ ഒരു മതകർമ്മങ്ങൾക്കും കഴിയുകയില്ല എന്ന് തിരുവചനം ശക്തിയായി നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി ദൈവം നിയമിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ഫോർ മാൻ ടു ഡൈ വൺസ് ആൻഡ് ദെൻ ദ ജഡ്ജ്മെന്റ്. നാം എത്ര ആഗ്രഹിച്ചാലും ടെക്നോളജിയുടെയോ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെയോ മരുന്നുകളുടെയോ ഒന്നും ബലത്തിൽ മനുഷ്യന്റെ ജീവൻ പിടിച്ചു നിർത്തുവാൻ കഴിയുകയില്ല. ഒരുപക്ഷെ അടുത്ത 50 വർഷം കഴിയുമ്പോൾ, അടുത്ത 100 വർഷം കഴിയുമ്പോൾ നാം ആരും ഇവിടെ കാണുകയില്ല, കർത്താവിന്റെ വരവ് താമസിച്ചാൽ. നമുക്ക് പ്രിയപ്പെട്ടതെന്ന് തോന്നുന്നതൊക്കെ മാറിപ്പോകുന്ന സമയങ്ങളുണ്ട്. നമ്മുടെ ജീവാവസാനത്തിന് മുൻപേ നാം കണ്ടെത്തേണ്ട സത്യങ്ങൾ കണ്ടെത്തി മരണത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ കഴിയുന്ന ശ്രീ യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വന്ന് മരണത്തെ ജയിക്കുവാൻ കഴിയുന്ന, കല്ലറയെ ഭേദിക്കുവാൻ കഴിയുന്ന വിശ്വാസത്തിനും ധൈര്യത്തിനും പ്രത്യാശയ്ക്കും ഉടമകളായി തീരുവാൻ ഇന്ന് പകൽക്കാലത്തെ ഈ വചന ശുശ്രൂഷ പ്രേരകമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Whenever there is a death, there is a lot of questions. എല്ലാ മരണവും ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ അവശേഷിപ്പിക്കാറുണ്ട്. Let me just start with a personal note of mine. വ്യക്തിപരമായി എൻ്റെ പിതാവ് അമേരിക്കയിൽ വരുവാൻ തയ്യാറെടുത്ത് ചില ആഴ്ചകൾ ശേഷിക്കുമ്പോഴാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. And he lost his father at the age of 3. 3-ാമത്തെ വയസ്സിൽ എൻ്റെ വല്യപ്പച്ചൻ മരിച്ച് വളരെ പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. ഞാൻ ആഗ്രഹിച്ചു എൻ്റെ കൂടെ ഇവിടെ വന്ന് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ സന്തോഷത്തോടും ആശ്വാസത്തോടും കൂടെ കഴിയണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അത് നടന്നില്ല. പകരം ദൈവത്തിൻ്റെ ഹിതം മറ്റൊന്നായിരുന്നു. I thank God for my wife who joined here with me to offer her care and concern towards the family and the church. എൻ്റെ ഭാര്യ ഇന്ന് രാവിലെ എന്നോടൊപ്പം കടന്നു വന്നു. അവളുടെ 3-ാമത്തെ വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഒത്തിരി പ്രയാസങ്ങൾ, ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഒത്തിരി ഞെരുക്കങ്ങളിലൂടെ താൻ കടന്നു പോയിട്ടുണ്ട്, തൻ്റെ കുടുംബം കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിലെ എല്ലാ മരണങ്ങളും ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒത്തിരി ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചാണ് പോകാറുള്ളത്. അതിനെല്ലാം ഉത്തരം എങ്ങനെ കണ്ടെത്താൻ കഴിയും, എവിടെ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുമെന്നൊക്കെ ഇന്ന് രാവിലെ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട് മരണം? Why there is a death? Where did it come from? മരണം എവിടെ നിന്ന് വന്നു? ദൈവം നിർമ്മിച്ച ഭൂമിയിൽ ദൈവം മരണമാക്കി വെച്ചിരുന്നില്ല. The Bible says that the wages of sin is death. പാപത്തിന്റെ ശമ്പളമായി മരണം സംഭവിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ആദിമ മനുഷ്യനായിരുന്ന ആദം ദൈവത്തോട് അനുസരണക്കേട് കാട്ടി മരണത്തെ മനുഷ്യ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ തലമുറകളും മരണത്തിന്റെ മുമ്പിൽ പകച്ചു നിന്നിട്ടേ ഉള്ളൂ. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ശ്രീ യേശു ഈ ഭൂമിയിലേക്ക് അവതരിക്കുമ്പോൾ നാം വായിക്കുന്നു, ജീവിതകാലം മുഴുവനും മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും രക്ഷിക്കേണ്ടതിനായിട്ടാണ് അവൻ ഭൂമിയിൽ അവതരിച്ചത്. മരണത്തെയും മരണത്തിന്റെ ഭീതിയെയും
ജയിച്ച യേശുവിൻ്റെ നാമത്തിൽ നാം ആശ്രയിക്കുമെങ്കിൽ, അവന്റെ വാഗ്ദത്തങ്ങളിൽ നാം ആശ്രയിക്കുമെങ്കിൽ, മരണത്തെ ജയിച്ച യേശുവിനോട് ചേർന്ന് ജീവിക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ നിശ്ചയമായും മരണത്തെ നമുക്ക് പേടിക്കേണ്ടി വരികയില്ല. മരണത്തെക്കാൾ വലുതാണ് മരണഭീതി. ജീവിതകാലം മുഴുവനും ഞാൻ ഇന്ന് ചാകുമോ നാളെ ചാകുമോ എന്ന് വിചാരപ്പെട്ടിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതിനു പകരം ഒരു ക്രിസ്ത്യാനി യേശുവിനെ ജീവിതത്തിൽ അംഗീകരിച്ച ഒരു വ്യക്തി, യേശു ജീവിതത്തിന്റെ നായകനായിരിക്കുന്ന വ്യക്തി, യേശു പറഞ്ഞ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്ന വ്യക്തിയായിരിക്കും. Jesus said, I am the way, I am the truth and I am the life. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം it is so limited. വളരെ ചുരുങ്ങിയ ദിവസങ്ങളിലേക്കുള്ളതാണ്, എണ്ണപ്പെട്ട നാഴികകൾ മാത്രമാണ്. We all think that if I have a perfect life, if I have everything going for me, എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ, സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ, നല്ല ജോലി ഉണ്ടായിരുന്നെങ്കിൽ, നല്ല റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലകളിലുള്ള പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്. രോഗങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഈവൻ ഫോർ എ ക്രിസ്ത്യൻ ഇറ്റ് ഈസ് ട്രൂ. കർത്താവിദാസൻ ഇന്ന് രാവിലെ അതിനെക്കുറിച്ച് പറഞ്ഞുവല്ലോ. യേശുവിനെ ജീവിതത്തിൽ അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. In fact, Jesus warned his disciples. യേശു തന്റെ ശിഷ്യന്മാരോട് ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിനും വകയില്ലായിരുന്നു. എന്നാൽ അതിന്റെ അടുത്ത ഭാഗം നാം വായിക്കുന്നത്, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച യേശുവിന്റെ സാന്നിധ്യമാണ് ഒരു ദൈവവൈതലിനെ ശക്തീകരിക്കുന്നത്. ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങളെയും ജയിച്ചു മുന്നേറുവാൻ അവനെ ധൈര്യപ്പെടുത്തുന്നത് യേശുവിന്റെ ദിവ്യ സാന്നിധ്യമാണ്. യേശുവിനെ കാണുവാൻ ദേവാലയങ്ങളിലേക്ക് ഓടുന്നവരുണ്ട്, പുണ്യസ്ഥലങ്ങളിലേക്ക് ഓടുന്നവരുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, ഐ എം നോക്കിംഗ് അറ്റ് ദ ഡോർ ഓഫ് യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിന്റെ ആ ഹൃദയത്തിന്റെ വാതിൽ ഞാൻ മുട്ടുകയാണ്. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. An intimate relationship. യേശുവുമായി ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ പോയി അവനെ കാണുകയല്ല, എല്ലാ ദിവസവും യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ. മരണത്തെക്കുറിച്ച് രണ്ട് ചിന്തകൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ക്രിസ്തുവിൽ മരിക്കുക, die in Christ. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ജീവിച്ചേ പറ്റും. അതല്ല, ക്രിസ്തുവില്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ പാപത്തിലാണ് മരണം. പാപത്തിൽ മരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു ന്യായവിധി, നിത്യ നരകം മാത്രമാണ് ശേഷിക്കുന്നത്. എന്നാൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എന്ന് തിരുവചനം നമ്മോട് പറയുന്നു. ഇന്ന് രാവിലെ സമയം ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ജീവിതത്തെക്കുറിച്ച് എത്ര വലിയ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയാലും അതെല്ലാം തകർന്നടിയുവാൻ ഒരു നിമിഷം മതി. ദൈവത്തിന്റെ വചനം പറയുന്നു, ജീവിതം എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് എ വേപ്പർ, ആവി മാത്രമാണ്. നമ്മള് എത്രയോ പ്രാവശ്യം പുല്ലിന്റെ പുറത്തൂടെ ചവിട്ടി നടന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതം just like grass. ഒരു നാം ചവിട്ടിപ്പോകുന്ന ആ പുൽപ്പുറങ്ങൾ പോലെ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്ന് തിരിച്ചറിയുക. എന്നാൽ അതിനെ അർത്ഥവത്താക്കുവാൻ കഴിയുന്ന യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിലൂടെ പാപത്തെ ജയിക്കുവാൻ, മരണത്തെ ജയിക്കുവാൻ, ശവക്കല്ലറയ്ക്കപ്പുറത്തുള്ള ഒരു വലിയ ജീവിതത്തിനായി ഒരുങ്ങുവാൻ, നിത്യത മുഴുവനും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ഒരു ദൈവവൈതലിന് കഴിയും. ഇന്ന് രാവിലെ സമയം എന്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് അത് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ മരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം
ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു 116 സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ നാം കാണുന്നു ഈ ലോകത്തിലെ കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, പ്രശ്നങ്ങൾ, അതിനെയൊക്കെ ഹല്ലേലൂയ സ്തോത്രം അതിജീവിച്ച് ഒരു വിശ്രമത്തിനായി പോകുന്നതായിട്ട് നാം കാണുന്നു. യോഹന്നാൻ 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഹല്ലേലൂയ ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ മരണം ദൈവത്തിന്റെ സ്തോത്രം ഒരു നിദ്രയാണ്, ഉറക്കമാണ്. ഭാവത്താൽ ദൈവത്തോടുള്ള ആ ബന്ധം എന്നേക്കുമായി നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ മടങ്ങി വന്ന് ജീവന്റെ ഹല്ലേലൂയ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി ജീവിക്കുന്നവരായി തീരുമ്പോൾ ഹല്ലേലൂയ ക്രിസ്തു സഹിതരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സ്തോത്രം അത് നിത്യ മരണമായി ശേഷിക്കുന്നു. ഇറ്റ് ഈസ് ആൻ ഇറ്റേണൽ ഡെത്ത് ഫോർ എവരിവൺ വിതൗട്ട് ക്രൈസ്റ്റ്. യേശു ജീവിതത്തിൽ ഇല്ലാത്ത സകലരെയും സംബന്ധിച്ചിടത്തോളം അത് വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, മരിക്കുന്നത് ലാഭമാണ്. ഇന്ന് രാവിലെ ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രിയ വിമല സിസ്റ്ററിന്റെ വിയോഗത്തിൽ ദുഃഖമുണ്ട്. പ്രിയ ജോഷി ബ്രദറിനും അതുപോലെ പ്രിയ പൈതൽ സാരയ്ക്കും വിമല സിസ്റ്ററിന്റെ സഹോദരങ്ങൾക്കുമെല്ലാം അക്കാര്യത്തിൽ സങ്കടമുണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് മരണമെന്ന് പറയുന്നത് ലാഭമാണ്. ലാഭകരമായ ഒരു കാര്യത്തെ കുറിച്ച് ആരും സങ്കടപ്പെടാറില്ല. എത്ര ഐശ്വര്യപൂർണമായ ജീവിതമാണെങ്കിലും ദൈവത്തിന്റെ തിരുവചനം പറയുന്നു അതിന്റെ ആകത്തുക കണ്ണുനീരും ദുഃഖവും ഒക്കെയാണ്. 80 വയസ്സ് കഴിഞ്ഞ് 90 വയസ്സ് കഴിഞ്ഞ് 100 വയസ്സ് കഴിഞ്ഞൊക്കെ ജീവിക്കണമെന്ന് നാം എല്ലാവരും മോഹിക്കാറുണ്ട്. പക്ഷെ അതിന്റെ ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ കാണാൻ കഴിയുന്നത് കുറെ ദുഃഖവും കുറെ സങ്കടവും കുറെ പ്രശ്നങ്ങളും മാത്രമാണ്. അതിനിടയ്ക്കിടയ്ക്ക് ഒരല്പം സന്തോഷത്തിന്റെ നിമിഷങ്ങൾ കണ്ടെത്തിയെന്ന് വന്നേക്കാം. എന്നാൽ അതിനപ്പുറത്ത് നിത്യമായ ഒരു ജീവിതത്തിനു വേണ്ടി കർത്താവ് നമ്മെ വിളിച്ച് അവന്റെ സന്നിധിയിലേക്ക് ചേർക്കുകയാണ്. ഒരല്പം വിശ്രമത്തിന്. ജീവിതത്തിലെ ഒത്തിരി തിരക്കുകളും ഒത്തിരി ജോലികളും ഒത്തിരി പ്രശ്നങ്ങളും ഒക്കെ ആയി ജീവിതവുമായി മല്ലടിച്ച് കഴിയുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മരണം ലാഭകരമായി തീരുന്നത് ക്രിസ്തു സഹിതരായി തീരുമ്പോഴാണ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ക്രിസ്തു സഹിത ജീവിതത്തിൽ മുന്നോട്ട് പോയവരെ സംബന്ധിച്ചിടത്തോളം മരണം അത്യുത്തമമാണ്, എക്സലന്റ് ആണ്. നാമത്തെ കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്നു, തങ്ങളുടെ കൂടെ നടന്ന് തങ്ങളുടെ സകല ആവശ്യങ്ങളും നിർവഹിച്ച് 3.5 വർഷക്കാലം ഒരല്ലലുമില്ല, ഒരു പ്രശ്നവുമില്ല, എന്തുണ്ടെങ്കിലും കർത്താവ് കൂടെയുണ്ട്. യേശു പാപത്തിന്റെ ശമ്പളം, അതിന്റെ പെനൽറ്റി നൽകി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ എല്ലാം മനസ്സ് മ്ലാനമായി. അവരെല്ലാവരും സങ്കടപ്പെടുവാൻ തുടങ്ങി. ഇനി എന്ത് എന്ന ചോദ്യം അവരുടെ മുൻപിലും ഉയർന്നു വന്നു. യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ, യേശുവിന്റെ സ്വർഗാരോഹണം നോക്കിക്കൊണ്ട് അവർ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഈ യേശു പോയതുപോലെ മടങ്ങി വരുവാൻ സമയമായി. യേശു ഈ ലോകത്തിൽ വന്നൊരു നല്ല മതം സ്ഥാപിച്ചിട്ട് കുറച്ചുപേരെ അതിനകത്തേക്ക് റിക്രൂട്ട് ചെയ്തിട്ട് പോവുകയല്ല. പകരം ഈ ലോകത്തിൽ ക്രിസ്തു സഹിതരായി ജീവിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ മടങ്ങി വരവ് എന്നുള്ളത് ഒരു വലിയ പ്രത്യാശയാണ്. ഈ ലോകത്തിന്റെ അവസാനം അടുത്തിരിക്കുകയാണെന്ന് ലോകത്തിലെ എല്ലാ സംഭവങ്ങളും നമ്മോട് പറയുന്നു. ഒന്നുകിൽ നിങ്ങളുടെ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് അടുത്ത് സംഭവിക്കുവാൻ പോകുന്നത്. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എനിക്ക് ചോദിക്കുവാനുള്ളത്, നിങ്ങളുടെ മരണത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം നിങ്ങൾക്കുണ്ടോ? അടുത്ത നിമിഷം മരണം നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകുവാൻ റെഡിയാണെങ്കിൽ, ഞാൻ റെഡിയാണ്, വരുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? ഇല്ലയോ? അതല്ല കർത്താവിന്റെ വരവ് അടുത്ത നിമിഷത്തിൽ ഉണ്ടാകുന്നെങ്കിൽ
It can happen at any time. The second coming of Christ. Every science is pointing towards that fact. ലോകത്തിലെ എല്ലാ സംഭവങ്ങളും രാഷ്ട്രീയമോ സാമ്പത്തികമോ ഏതോ നിലകളിലുള്ള കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളൂ. അതെല്ലാം കർത്താവിന്റെ വരവിങ്കലേക്ക് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതെപ്പോൾ സംഭവിക്കുമെന്ന് നാം അറിയുന്നില്ല. അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ഇത് രണ്ടും കഴിഞ്ഞ് ജീവിതത്തിൽ ഒരു മാറ്റത്തിന് ഇടമില്ല. മറ്റൊരു ഇടത്തേക്ക് മാറുവാൻ കഴിയത്തില്ല. ആത്മീയ അനുഭവങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാൻ കഴിയത്തില്ല. ജീവിതത്തിന്റെ ഉത്തരങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 59-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, വിശുദ്ധന്മാരുടെ മരണത്തിൽ കർത്താവരുടെ ആത്മാവിനെ കയ്യേൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കരുത് എന്ന് ഒരു കൽപ്പന നമുക്ക് അവിടെ കാണുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഇനി മരണമില്ല. യേശുവിൽ ആശ്രയിക്കുന്ന, യേശുവിൽ ശരണപ്പെടുന്ന സകലരെയും സംബന്ധിച്ച് ഞാനും നിങ്ങളും ദൈവത്തിന് സ്തോത്രം ഒരിക്കലേ ജനിച്ചുള്ളൂവെങ്കിൽ നിശ്ചയമായിട്ടും 2 പ്രാവശ്യം മരണത്തെ നേരിടേണ്ടി വരും. ഇഫ് യു ആർ ബോൺ അഗൈൻ, വീണ്ടും ജനനമെന്ന് യേശുവിനെ കൈക്കൊള്ളുന്ന, യേശുവിനെ ജീവിതത്തിന്റെ സകലവുമായി അംഗീകരിക്കുന്ന, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്ന ആ അനുഭവത്തിലേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം മരണം ഒരിക്കലേ ഉള്ളൂ. Based on the words of Brother Joshi, Sister Vimala accepted Jesus Christ as her personal savior. അതുകൊണ്ട് ആ ധൈര്യത്തോടെ എനിക്ക് പറയുവാൻ കഴിയും, കർത്താവിന്റെ മടങ്ങി വരവിൽ നാം ഈ പ്രിയ സഹോദരിയെ കാണും. ആ ഒരു വലിയ പ്രത്യാശയാണ് നമ്മുടെ ഹൃദയത്തിൽ സങ്കടങ്ങളെ വിട പറയുവാൻ, സങ്കടങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുക്കാതിരിക്കുവാൻ ഒക്കെ നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ ഇതുവരെയും യേശുവിനെ കൈക്കൊണ്ട് മരണത്തെയോ കർത്താവിൻ്റെ വരവിനെയോ എതിരേൽക്കാനുള്ള ഒരുക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിശ്ചയമായി ഈ ശുശ്രൂഷ അങ്ങനെ ഒരു ഒരുക്കത്തിലേക്ക് നിങ്ങളെ നയിക്കുമാറാകട്ടെ. പ്രിയ ബ്രദർ ജോഷിയോടും സിസ്റ്റർ സാറയോടും ഒക്കെ എനിക്ക് പറയുവാനുള്ളത്, ഇത് ജീവിതത്തിന്റെ അവസാനമല്ല. ദൈവത്തിന് സ്തോത്രം. She went to a better place. ഒരു നല്ല സ്ഥലത്തേക്ക്, അത്യുത്തമമായ ഒരു കാര്യത്തിലേക്ക്, ലാഭകരമായ ഒരു അവസ്ഥയിലേക്കൊക്കെ താൻ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ അനേക നാളുകൾ ഒത്തിരി കഷ്ടങ്ങളിലൂടെ, ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ താൻ കടന്നു പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം അതിന് ഒരു അവസാനം വരുത്തി തൻ്റെ സന്നിധിയിൽ കൊണ്ടുപോയി ആശ്വാസം നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ആ ധൈര്യത്തോടും പ്രത്യാശയോടും കൂടെ തുടർന്നുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മടങ്ങി വരുന്ന ഒരു നിമിഷമുണ്ട്. ആ പ്രത്യാശയാണ് എന്നെയും നിങ്ങളെയും ഒക്കെ ഈ വരും ദിവസങ്ങൾ നയിക്കേണ്ടത്. ആ പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിന്നിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുവാൻ. അല്ലാത്ത വ്യക്തമായിട്ട് വ്യത്യാസം ഞാനിവിടെ നിന്ന് ചിന്തിച്ചു. യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ദൈവങ്ങളെ ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നന്മയല്ലാതെ ഒരു തിന്മ എൻ്റെ യേശു ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോടൊന്ന് പറയും, ബ്രദർ ജോഷി ബ്രദറിന് ഇതിനെ അറിയാം, എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്ക് ആ കോൺഫിഡൻസ് അവിടെ ഉള്ളത്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവം ഉണ്ടാവും. അതുകൊണ്ട് വിഷമിക്കേണ്ട. ദൈവമക്കൾക്കെല്ലാം നമുക്കൊരു പ്രത്യാശയുണ്ട്. ഇപ്പോൾ ഒരു ഗാനം, ദേവദൂത സന്തതി വിശുദ്ധരേ ദേവസുതരാജയോടുകൂടെ നാം പോകാൻ വസിപ്പാൻ പോകാം നമുക്ക്, പോകാൻ വസിപ്പാൻ പോകാം നമുക്ക്. അകലെ നടത്തിയ വിശുദ്ധ സംഘടന, അകലെ നടത്തിയ വിശുദ്ധ സംഘടന കാത്തുമാക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനായി, കാത്തുമാക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനായി. ആനന്ദകരം നീട്ടി എന്ന
ഹല്ലേലൂയ പാടിയാക്കുന്നു. ദൂതസംഘം ഹല്ലേലൂയ പാടിയാക്കുന്നു. വിശ്രമം കൂടാതെ കരുവും സാപികളിതാ. വിശ്രമം കൂടാതെ കരുവിൻ സാപികളിതാ. ഗീതമോദമോടെന്നും വാഴ്ത്തിടുന്നു വരനെ. ഗീതമോദമോടെന്നും വാഴ്ത്തിടുന്നു വരനെ. പോകാം നമുക്ക് സിയോൻ പുരിയിൽ. പോകാം നമുക്ക് സിയോൻ പുരിയിൽ. തുല്യമില്ല തേജസ്സാൽ വിളങ്ങിടും സ്വർണ്ണ. തുല്യമില്ല തേജസ്സാൽ വിളങ്ങിടും സ്വർണ്ണ. പട്ടണമാരായവരെ എന്നു കണ്ടിടും. പട്ടണമാരായവരെ എന്നു കണ്ടിടും. മുത്തുഗോപുരങ്ങളാൽ ശോഭനാതെരുക്കളും. മുത്തുഗോപുരങ്ങളാൽ ശോഭനാതെരുക്കളെ കാണുന്നുണ്ടതിൽ പ്രഭാപുരത്തെ. കാണുന്നുണ്ടതിൽ പ്രഭാപുരത്തെ. അമ്പതയാഗമാനന്ദ നിത്യരാജ്യമേ. അമ്പതയാഗമാനന്ദ നിത്യരാജ്യമേ. ഈകെ അന്ധകാര സിന്ധുവിൽ ഒഴങ്ങിടും ഞങ്ങൾ. ഈകെ അന്ധകാര സിന്ധുവിൽ ഒഴങ്ങിടും ഞങ്ങൾ. യമായച്ചിടും തവ നീതിയിൻ കതിരോനെ. യമായച്ചിടും തവ നീതിയിൻ കതിരോനെ. താമസിക്കല്ലേ സിയോൻ രാജാവേ. താമസിക്കല്ലേ സിയോൻ രാജാവേ. അവിടെ എല്ലാവർക്കും ചെല്ലേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ വരുന്നവർ എല്ലാവരും വളരെ വിശദത്തോടുകൂടി സമയം വെറുതെ എടുത്ത് കളയരുത്. വ്യൂവിങ് അവസാനം എല്ലാവർക്കും വേണ്ടി പബ്ലിക് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് വ്യൂവിങ് ഇല്ല. ഇപ്പോൾ ഞാൻ വിളിക്കുന്ന ആൾക്കാർ മുന്നോട്ട് വരണം. ബ്രദർ ജോഷി വിൽ കം ഫോർവേഡ് ആൻഡ് സേ ഫ്യൂ വേർഡ്സ്. ആഫ്റ്റർ ദാറ്റ് ബ്രദർ സാം ഫ്രം ടെക്സസ് വിൽ കം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കുകയോ മുന്നിൽ വന്നിരിക്കുകയോ ചെയ്യുകയാണ് അത്രയും കൂടെ സമയം ലാഭിക്കാം. I depend on my God for the grace. He will supply all my needs according to the riches in full glory. I depend on Him now. He's a great God. He's an awesome God. Continue to praise His name. Blessed be the name of the Lord. I never expect after 1 month I will be here like this. I remember January 25th we came here for the baptism of Sarah. So I was really happy, and we are celebrating our Lord Jesus Christ, and she accepted Jesus Christ as her personal Savior. That's one of my joyful occasion I experienced last month. And I think about Vimala. A lot of things are coming into my mind. I was also happy that she accepted Jesus Christ as her personal Savior. That assurance always keep moving, and God is a ever-present help in my trouble also. And she is always with me. We just celebrated our 25th wedding anniversary. As for 2015, I still remember I was Catholic when I got married. We both touched the Bible and we took a decision at that time. Whether it's in famine or rich, whether it's in health or in sickness.
we'll be always united together. God is so faithful to us these 25 years. And God keep that faith moving until today. When trouble comes, just look at my heart and ask God, give me the grace to go through this. Still today also, I'm depending on His grace. He's a great God. He's an awesome God. The Bible says, absent from body is present with God, and it is good. I know Vimala is in the presence of God now. One day I will go and see her. The affections I have. I don't know how old I am. I don't know, 52 or 53. I don't even count how many years I am. But I knew I'm going to live, I don't know how long, maybe 70 years or 80 years. Then if I multiply by, so I'm a math teacher, so I do so when I multiply, maybe I'll live 12,000 days or less than that in this earth. So each day, so actually, I want also the presence with God. But when I look into the eyes of my daughter, I had to live for her and for my Jesus also. There's no option given. So as long as I live in this earth, I'll live for my Lord Jesus and Sarah, and whatever God asks me to do, I'll do it. And also I thank you all for coming today. And also I thank you for all your support and help. And God will richly bless you in years to come. And last time I was standing here, I was very happy, and some of the things God put me in my heart also. God is a great God. As saints, we overcome Satan by blood of the Lamb and the word of testimony. And God is still helping with His kindness and gracious. He's a gracious God, and God is still sustaining me through His word. Thank God for that. When Sarah got sick, God told me, just shall live by faith. So after 2 years, I can boldly say God is a faithful God. She is walking now. I thank God for that. And I thank for everything God. God is a great God. He sustained me. And in Colossians chapter 1 verse 29 it says, Christ is in you, hope of your glory. So I experienced my Lord Jesus Christ in my life to keep moving my life forward. I thank God for the assurance of the word of God He's putting in my heart. God is a great God. He has a plan. His plan is higher than my plan. And He always with us also. When troubles comes or anything comes, He's always with us. I have the assurance that one day I'm going to see Vimala. So she is in the presence of God. I'm 100%. I have the assurance that because I accepted Jesus Christ as my personal Savior, I confess that Jesus is Lord, and God raised Him from the dead. Is Romans chapter 9 verse 9. So I accepted Jesus Christ, and that word is still bubbling in my heart, and Vimala took that opportunity also. So I know one day I'm going to see her, and that assurance keeps me moving forward, and God will help also. And also in Psalm 119 verse 160, it says, Thy word is true from the beginning. My God's word is true from the beginning. He is the Alpha and Omega. He is the author and finisher of my faith, and God will sustain me also. And God is a great God, and God will always help us also.
And God, I know God will help me to go through this situation also. And I just, with my memories of my wife, I will live, I don't know how long, like maybe 12,000 days times 60 times 60 seconds. Because we are dust. It's a simple breath. So I'll live for His glory and for His majesty. And thank God for everything. Please continue to pray for me and my family. My name is Sam Chakro. I live in Houston, Texas. I was not planning to say anything this morning. I just wanted to be here with Joshi in this difficult time. This year, actually, for me personally, it was a tough year. There was about 5 deaths in my own family. My father, my father-in-law, my mother-in-law, and my sister-in-law, and my mom's sister recently. And there was absolutely no, energy to take one more, and this happened. When Elias called last week and told me this, as a family, we were really devastated when we heard the news. Joshi and I and Vimala, our families, we know each other for the last 16 years. Even after I left New Jersey in 2008, our relationships continued. Almost weekly or bi-weekly, we call each other, we discuss a lot on the phone. We pray together. And we have shared tough times in our life. Every time there is a problem, Joshi calls me and we discuss. And it's not for just the sake of discussion, we earnestly prayed for the problems that he's facing. And God was with us all these years. Joshi and I had a lot of things that very common. And even though our problems are different, we went through almost the same kind of things in our life. So we have discussed a lot of things and we prayed together. And when it comes to Vimala, I remember there are great times that we had together. Joshi and I and Vimala, they come to my house in Ewing, New Jersey. And every Saturday morning, Joshi says that Vimala tell him, Ewing ne bonile. That means she always wanted to come to our house. Last night somebody said she had a special name for their house, called Kanjanapalli house. Yes, she had a different name for my house. I don't want to say it here, but I know she's very, makes some funny statements that always stays in your mind. We cook together, we eat together, we dine together. If we are not cooking, we'll go out. We eat many a times at the International Buffet at Bergenfield, and we discussed and we spent time together. This morning, in all the things that she went through, she's in a better place this morning. And speaking of Vimala, we all loved her a lot. The relationship that Joshi and I had, is mainly because of Vimala's challenges in her life. That brought us together. Not only me, all the people in this particular church, there are 2 churches here related with Joshi. The challenges that she had in her life actually brought us together. And then Sarah came along. And all those things that we went through, God was with us. Every aspect of our life, we saw His hand coming through in all the painful situations. It is her ailment that really brought us together in tough times and good times. We all thought that when Sarah came along, the attention will go to her. But Vimala made sure that she gets her attention from her husband and people around. And she demanded it, and we gave it to her. Sarah was very precious to us, even today, and it will continue forever. Vimala was brilliant.
the kind of statements she made, it reminds me a lot of things. Some of them are really philosophical. She was very systematic when I saw everything goes in a very systematic way. She never tolerates indiscipline and indecency. When we were driving, I've noticed several times, no matter who the driver is, if you go 1 mile above the speed limit, she'll make sure to tell you that, hey, you're going 1 mile above. That's how particular she was. One point I think everybody should learn from her is that nobody messes with her husband. If she is around, make sure that don't say anything joke about Joshi, and you will get it back. And it's because she loved him so much. She was very courageous. I've seen she never gave up in her life. There are a lot of challenges to eventually. I've never heard she saying one word that, I give up, I can't do this anymore. There was always encouragement from her side. Only thing I heard from her is that I am tired. That's the only thing, that's physical tiredness. But mentally she was very, very strong. She really fought hard in her life. And today, whatever we call about comfort, solace, peace, love, and all the good things that we want to enjoy, Bimala is enjoying it now in the presence of our Lord and Savior Jesus Christ. Dear Sister Bimala, we miss you so much. You will be in our hearts forever. You belong to us, and we live in this world always thinking about you. You will be in all our discussions. You will be in all our good chats. You will be with us in all our great cookouts and dinners and all the good times that we will have. We know one day the trumpet will sound. The dead shall rise incorruptible. The Bible says, in Malayalam, it's very poetical, it says, Marichavar Akshayarai Virthanilka. And in that glorious morning, we know that we will see you together in the presence of our Lord. Joshi, you are not alone. As you know, you and I shared a lot, personal things and personal challenges and tough times. But one thing I know about Joshi is a fighter. He's a trained warrior. And I know your strength comes from the Lord. And you will be victorious in your life. Sarah, you know how much we all love you. This sickness and physical challenges are only for time being. And our Lord is your healer. He is your comforter and your redeemer. And He will make everything come to pass in its time. You will have a fantastic life in this country. And you will have a victorious life as well. God bless this family. I have no much words to say other than my condolences to you and Joshi and Sarah and the families. There will be a day that we will see Bimala face to face once again. And I'm also waiting for that day. God bless you. Now, Reverend Baba Matthew from Orthodox Church, you will take 2 minutes. After that, Brother Benny Chayan and Rexy will come forward after, please. Good morning to all. It's not a good day for
people would think that's the end of our tenure in this world. But this is the present day for everybody who believe in Jesus Christ. This is the day that we farewell to our sister Vimala, Yoshi's wife. We have a life in this world which is very short but very meaningful for the future life. The life in this world determines the future of our life in the other world. Jesus Christ said, those who have eaten my blood, my body and my blood, will have eternal life. This life has a meaning. We are preparing for the eternal life. So the most important thing in this world is very important for the future life. Live very short period of time. But their life is very meaningful. Even though their life is very short, they leave a legacy very, very meaningful for others. So Vimala, even though her life was cut short in this world, she left a legacy to other people, very meaningful to other people, that keep the hope in the Lord, keep the faith in the Lord, and make the life meaningful for the future by preparing yourself in this world. May God bless you. And this time is only Lord can give the family except the Lord Jesus Christ. So may God bless you and give the peace of mind and keep this soul, the eternal abode in heaven. May God bless you. Thank you so much. It's a great day for most of us who've known Vimala and Joshi and Sarah. It's over a decade that I've known Vimala and the travels that we have had. It's sorrowful, it's painful, but at the same time it's joyful that we have seen the growth of her life in different phases of the transition. I've seen Vimala in many different places, and I've traveled Joshi with many different places as well. Like Brother Sam said, and Vimala is pretty tough when it comes to Joshi. Vimala is a strict person. At the same time, she has a lot of memory, and we all can think how she reacts to many people, especially to her families. Like the pastor said today, and the pastor said yesterday, the hope that we have that we meet her as believers, we get to heaven. That's joyful. At the same time, the sorrow for family on a physical presence is tough. There is no more to say what has already been said. From my family, and I deeply go along with Joshi in this tough time. There are many people in this crowd who has seen what has happened and what is going on in their life. At the same time, they are all thankful that things happen at the right time. And Joshi especially knows that God has brought them together. God has given them their hope that everything happens at the exact moment of time. I was in the back side of this room and I saw this small card from ICANN. And it's amazing how a small little card can be lost, but somebody can find it and speak. And it says the
strength for today. And in Ephesians chapter 3, verse 20, it says, God is able to do far more abundantly than all that we ask and think. I think it's more appropriate that we think that our imaginations are limited to our thinking. But we can assure that God can do much more than this. I also have a personal relationship with Joshi family and his families in India. We have met in different ways. And much of it is joyful, much of it has its own problems and good things and bad things. But at this time, I won't take much time, and at this time I say thank you to all the people who have come here. There's a lot of people that I have to say thank you from a personal note, not from the church, but at least from a personal note. I thank ICANN, this church, the brothers of which, especially Johnson, and there's a lot of other brothers which I don't know the name. I know Josh, who's in the sound system, and he's doing a great job. There's a lot of people who have been involved in this whole thing, the video, the sound, the church itself. There is Pastor Dr. Weaver, we really thank you, Pastor. I don't know whether he's here, but we really thank you, Pastor. It's joyful that you have been part of this and you have opened the doors for this and to do this in a fantastic way. We thank you. I personally thank Vimala's family, all the family sitting here being part of this, and it's tough that it is. We're so sorrowful for you, but at the same time, we thank you that you've been part of us. There's many other names which I don't know, but there's a lot of people who are in all this for the past few weeks. We are so grateful, each and every one of you, who has done everything to make this happen. There are people from Florida, there are people from Atlanta who has called me who couldn't come. There are people from India who has shared their condolences. There's many people who've called me and emailed me. They've all shared the same sorrow that we are sharing. I thank Pastor Kurian George, especially because he has been a shadow for this whole thing behind the scenes. He has been the guide, he's been the mentor, and he's been throughout this whole game, especially telling us what to do, what not to do, because this is not a thing that we do on a regular basis. Thank you, Kurian George, Pastor. Pastor Shaji, as you know, he's been instrumental in this thing, as well as Pastor Abe, Mr. Prasad, and all the other pastors who came here and spoke, and all the brothers who came here and spoke, and all the families who are sitting here. We thank you all very, very, very much. And once again, on behalf of all our families, thank you, and God bless you. I know that a lot of people loves Joshi. I want to again tell Joshi, we all love you very much. And I encourage each one of you every day, uphold this wonderful brother in your prayers and encourage him. And he is an encourager to many people. Now, George. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നലെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ജോഷി എന്നോട് ചോദിച്ചു, വല്ലതും പറയുന്നോന്ന് ചോദിച്ചു. എന്നെ സംബന്ധിച്ചോളം ബിസിനസ്സിലൊക്കെ ഞാൻ ടഫാണ്. ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ എനിക്ക് വളരെ വിഷമമാണ് സംസാരിക്കാൻ, പ്രത്യേകിച്ച് ഡെത്തിനോട് ആലോചിച്ച് വരുമ്പോൾ. ജോഷി എനിക്ക് പരിചയപ്പെട്ട ആളുപോലെ എൻ്റെ ഒരു അനിയനെ പോലെ ഞാൻ കരുതി. അവൻ എന്നെ അങ്ങനെ കരുതി. പല കാര്യങ്ങളിൽ ഇടപെടുവാൻ എനിക്ക് സാധിച്ചു. ഞാൻ എൻ്റെ ഓഫീസിൽ പലരോടും ഒരു എക്സാമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജോഷി. എൻ്റെ കുഞ്ഞുങ്ങളോട് വേദന എടുക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സാബ. കഴിഞ്ഞ അനേക വർഷമായി ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥന പോലും മുടക്കാതെ വിമല എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. ജോഷി ട്യൂഷൻ സെൻ്ററിൽ നിന്ന് വരുമ്പോൾ ഒരുങ്ങി അവിടെ നിൽക്കും വിമല. എനിക്ക്
എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഇവരെ എൻ്റെ വീട്ടിൽ വരുമ്പോഴായിരുന്നു. എൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ അഹങ്കാരം ഒരുപാട് കുറയ്ക്കുവാനാണ് എന്നെ സഹായിച്ച ഒരു വ്യക്തി ജോഷിയായിരുന്നു. അവൻ്റെ ഫാമിലിയിൽ ഒരു മനുഷ്യന് സഹിക്കുവാൻ കഴിയുന്നതിൽ കൂടുതൽ ജോഷിന്ന് സഹിക്കുന്നു. എന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ അനേക ഫാമിലിക്ക് ജോഷിയുടെ ജീവിതം ഒരു പാഠമായിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കൂടെ ഭാര്യ കുഞ്ഞുങ്ങളും വിമലയും ജോഷിയും കുഞ്ഞിനെ അതുപോലെ സ്നേഹിക്കുന്നു. വരും ദിവസങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള സഹായങ്ങളെല്ലാം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജോഷിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ച കുറച്ച് പേരുണ്ട്. പോൾ കുഞ്ഞിന് വയ്യാത്ത കുഞ്ഞു വന്നതിൻ്റെ അന്ന് മുതൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വരുവാനും എല്ലാം ഞങ്ങളുടെ ചർച്ചിലെ ബ്രദർ പോള്, പാസ്റ്റർ സന്തോഷ്, പാസ്റ്റർ പോൾ രാജ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കുഞ്ഞു ഹോസ്പിറ്റലായിരിക്കുമ്പോൾ എവറി ഡേ പോകുവാനും വരുവാനും അവർ സഹായിച്ചു. പ്രത്യേകിച്ച് വിമലെ ശുശ്രൂഷിക്കുവാൻ രാജു, കണക്റ്റുകളിലെ രാജു, ബാബു, പോള്, റെക്സി ഇവരെല്ലാം. കാരണം വിമല എന്നെ വിളിക്കുന്ന അപ്പായിരുന്നു, എൻ്റെ വൈഫിനെ വിളിക്കുന്ന കൊച്ചമ്മയെന്ന്. ഞങ്ങൾ എന്ത് കൊടുത്താലും അവൾ വാങ്ങിച്ച് കഴിക്കും, ഒന്നും പറയത്തുമില്ലായിരുന്നു. ചില വീടുകളിലാണെങ്കിൽ കഴിക്കാനൊക്കെ വിഷമം തോന്നും. പക്ഷേ എപ്പോഴും എനിക്ക് അങ്ങനെ അവരോട് ഭയങ്കരമായിട്ട് വിവരയോട് എനിക്ക് സ്നേഹമുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ സമയം ഇതായതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ജോഷി ഒരുപാട് കഷ്ടപ്പെടുമായിരുന്നു, വിമലയും കഷ്ടപ്പെടുമായിരുന്നു. പക്ഷെ ദൈവം അവർക്കൊരു വിടുതൽ കൊടുത്തു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇനിയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ക്യാമറ എടുക്കുന്ന ഷാജി, ഞാൻ താങ്ക് യു പറയുന്നതിന് കൂടാതെ ഞാൻ ആക്ച്വലി റെക്സി എല്ലാം പറഞ്ഞ് ഞാൻ താങ്ക് യു പറയാനാണ് എന്നെ ഏൽപ്പിച്ചത്. പക്ഷേ ക്യാമറമാൻ ഷാജി, ഈ ചർച്ച്, പ്രത്യേകിച്ച് ഞങ്ങളുടെ പാസ്റ്റർ ഫിലിപ്പ് മാത്യു, ഇവരോടെല്ലാം ഇതിനു വേണ്ടി സഹായിച്ചതിനായി പ്രത്യേക അവസാന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ദൈവം പ്രാർത്ഥന കേട്ടു, ദൈവമക്കൾ പ്രാർത്ഥിച്ചു. ഒരു പ്രയാസമില്ലാതെ എല്ലാ സന്തോഷത്തോടുകൂടി സമാധാനത്തോടും നടക്കാൻ ദൈവം സഹായിച്ചു. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വരും അടുത്ത സമയങ്ങളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് the funeral home director Joe will come forward and he will explain to you the. Good morning, everyone. For those of you that will be accompanying us to Maple Grove Memorial Park for Vimala's interment, we do have directions printed for everyone as you exit the chapel where the register stand is. But I will also ask that each of you that will be following us, please have your headlights and your 4-way flashers on to identify you as part of our procession. The Hackensack Police, unfortunately, were not able to provide us with an escort this morning, so if you are caught in an intersection with the traffic lights, please do not go through the intersection because we do not have the courtesy being that we do not have an escort this morning. So please be very careful as you go through the intersections if you are trying to follow. We will make every attempt to stop and wait if the procession is separated by the traffic lights. I will also ask that those of you that will be following us to make every effort to try and follow the procession to the cemetery. If people arrive at the cemetery prior to our arrival, it is a very small, intimate cemetery and the roads can get blocked very quickly, which may make it difficult for us to facilitate the hearse getting to Vimala's grave.
Thank you. Before the final viewing, Pastor Philip Matthew will come forward and say a word of thanks. Thank you. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ പരമായി ഈ വാത്സല്യ ജോഷി കുടുംബത്തോട് ഒരുമിച്ച് ഞങ്ങൾക്കും കുടുംബമായി ദൈവത്തെ ആരാധിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നു. തോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ജോഷികളിൽ കണ്ടായ അവിശ്വാസവും ഉറപ്പും ധൈര്യവും പ്രത്യാശയും എല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. അനേകർക്ക് മാതൃകയായി കർത്താവിൻ്റെ ദാസനെ നിർത്തിയിരിക്കുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. പ്രൈസറും ജോഷികളെ കുറിച്ച് ഓർക്കുമ്പോൾ, പ്രൈസറെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നുവന്നായ ഒരു ചിന്തകൾ 1-2 വാക്യത്തിൽ പ്രൈസറോട് അത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ. 2 Corinthians chapter 4 verses 8, 9, 10 and 11. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിനും യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ മരണവും നിങ്ങൾ ജീവനും വ്യാപരിക്കുന്നു. സ്തോത്രം. We are troubled on every side, but not distressed. We are perplexed, but not in despair. Persecuted, but not forsaken. Cast down, but not destroyed. ആമേൻ. പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ വാക്യങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. വിശേഷാൽ നമ്മുടെ പ്രിയപ്പെട്ട വിമല സിസ്റ്ററിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിലും ഇന്നലെ സന്ധ്യാസമയത്തോടെ നടന്ന വെയ്റ്റ് സർവീസിലും ഇന്നിവിടെ നടന്ന ഹോം ഗോയിങ് സർവീസിലും കടന്നു വന്ന പ്രൈസർ ദൈവത്തിലൂടെയും അനുശോചനമായിട്ടും ആശ്വാസവാക്കുകളായിട്ട് അർപ്പിച്ച സകല ദൈവദാസന്മാരോടും എല്ലാ സഹോദരന്മാരോടും പ്രൈസർ എല്ലാവരോടുമുള്ള പ്രൈസർ ടീനറ്റ് ബദൽ ചർച്ച ഗോഡിൻ്റെ നാമത്തിലുള്ള ഹൃദയംഗമായ നന്ദിയെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. പ്രൈസർ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു, തുടർന്നും ഈ പ്രിയഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വിശേഷമായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. കൂടാതെ പ്രൈസർ ലോർഡ് സ്റ്റോർ വിമല സിസ്റ്ററിൻ്റെ ഫാമിലി മെമ്പേഴ്സായ പ്രൈസർ പ്രിയ കണ്ണങ്കര ഫാമിലിയോടും 2 ബ്രദേഴ്സ് മിസ്റ്റർ ലൂക്കോസ് മറ്റപ്പള്ളി ആൻഡ് ഫാമിലി, മിസ്റ്റർ ജോസഫ് മറ്റപ്പള്ളി ആൻഡ് ഫാമിലി, നെഫ്യൂസ് ആൻഡ് നീസ് അവരോടുമുള്ള ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയെ ഇത്തരത്തിൽ അറിയിക്കുന്നു. കർത്താവിനെ എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ നാം ഇന്നലെ ആയിട്ടിവിടെ നടന്ന സർവീസുകൾ പ്രൈസർ നിങ്ങൾക്ക് വീഡിയോയിൽ ദർശിക്കാൻ സാധിക്കും. പ്രൈസർ ദീസ് 2 days സർവീസസ് യു ക്യാൻ വാച്ച് അറ്റ് www.souledactionstudio.com എന്ന സൈറ്റിൽ പോയാൽ നിങ്ങൾക്കത് തുറന്ന് കാണാൻ പറ്റാത്തവർക്കും ഈ സൈറ്റ് പറഞ്ഞു കൊടുത്താൽ souledactionstudio.com പ്രൈസർ സൈറ്റിൽ നമുക്ക് ഫോർ ദ നെക്സ്റ്റ് 6 months ഇറ്റ് വിൽ ബി ദെയർ ഇൻ ദി സൈറ്റ്, സോ യു ക്യാൻ വാച്ച് ദി സർവീസ്. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം തന്നെ സഹായിക്കട്ടെ. Before the final viewing, Reverend Sambal Varghese will come and say the prayer and benediction. Before that, let me tell you something. After the viewing, please go to your car and whoever wants to come to the cemetery. And after that, everything, you will come back to this church and go for we arranged dinner. And don't, after the viewing, please go out to the car. Thank you. After that, choir will come and they will sing. That time, everybody, those from the center onwards, can come for the final viewing. Thank you. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ കാലം നാം പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകളടയ്ക്കുമ്പോൾ വിശേഷാൽ നമുക്ക് ഓർക്കുവാനുള്ള ബ്രദർ ജോഷിയെയും പൈതൽ സാറയെയുമാണ്. ആ പൈതലിനെ ഇന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, നമ്മുടെ തുടർന്നുള്ള ദിവസങ്ങളിലും ആ പൈതലിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകാതെ ഉണ്ടായിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കണം. 13 വയസ്സ് പ്രായമുള്ള പൈതൽ കടന്നു പോകുന്ന അനുഭവങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണെങ്കിലും സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിന് കഴിയാത്തത് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിശ്വാസത്തോടെ കർത്താവ് പൈതലിനെ പരിപൂർണമായ സൗഖ്യം നൽകി ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവ പൈതലായി വളരുവാനിടയാകേണ്ടതിനായിട്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു.
ഞങ്ങൾ രാവിലെ കൂടി വന്ന സമയം മുതൽ ഇത്രത്തോളം തിരു സാന്നിധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. നിന്റെ വിലയേറിയ വചനത്തിന് മുൻപാകിയായിരിക്കാൻ അടിയങ്ങൾക്ക് അവിടുന്ന് കൃപ ചെയ്തതോർത്ത് സ്തോത്രം. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം, ശാശ്വതമായ ദൈവത്തിൻ്റെ വചനം ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും അവിടുന്ന് അറിയുന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ ഞങ്ങളുടെ തലയിലെ മുടികളെല്ലാം അവിടുന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. അവയിൽ ഒന്നുപോലും അവിടുന്ന് അറിയാതെ നിലത്ത് വീഴുന്നില്ല. ആകയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയും നിന്റെ ഹിതപ്രകാരമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങളുടെ മുഖത്ത് ഞങ്ങൾ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഞങ്ങളെ ബലത്തോടെ നിർത്തുന്ന ദൈവകൃപയ്ക്കായി തിരുമേനിക്ക് സ്തോത്രം. നിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അരുളി ചെയ്ത ആ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കായിരിക്കാൻ നിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിലായിരിക്കാൻ അവിടുന്ന് സഹായിച്ചിരിക്കാതെ സ്തോത്രം. ഇത്രത്തോളം അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നു. ഇന്ന് പകൽക്കാലം വിശേഷാൽ ബ്രദർ ജോഷിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 25 വർഷക്കാലം നിന്റെ മകന് അവിടുന്ന് ഒരു കുടുംബജീവിതം നൽകി, തുണയായി നൽകിയ പ്രിയപ്പെട്ടവള് നിന്റെ സമയമായപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കി പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താൽ ആ പ്രിയപ്പെട്ടവരെ അവിടുന്ന് നിറയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ വണ്ണം, വിശ്വാസത്തിൽ തളർന്നു പോകാതെ വണ്ണം കൂടുതൽ നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവവചനത്തിൽ ഉറച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി വിശ്വസ്ത സാക്ഷിയായി തുടർന്നും ജീവിപ്പാൻ എൻ്റെ മകനെ നീ കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ കർത്താവേ. ഇതുപോലെ കാലം ഞങ്ങൾ സഭയായി കൂടി വന്നിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരായി ആ പ്രിയ പൈതൽ സാറായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാഥാവളി ഭൂമിയിൽ ഉരുവായ സമയം മുതൽ ഈ ദിവസം വരെയും അവിടുന്ന് അവളെ സഹായിച്ചു, അവിടുന്ന് പരിപാലിച്ചു. നിന്റെ ശാശ്വത ഭുജങ്ങൾക്കുള്ളിൽ പൈതലിനെ വഹിച്ചിരുന്നു ഓർത്ത് സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം അവളുടെ ശരീരത്തിൽ നേരിട്ടിരിക്കുന്ന രോഗം നിനക്ക് അസാധ്യമായതൊന്നുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പ്രിയ പൈതലിനെ ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതെ, നിന്റെ വസ്ത്രത്തിന്റെ ആ തൊങ്ങൽ തൊട്ട സ്ത്രീ പരിപൂർണ സൗഖ്യം പ്രാപിച്ചു എന്നുള്ള നിന്റെ വചനം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ പ്രിയ പൈതലിനെ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തെ നിർമ്മിച്ച ദൈവം, അതിന്റെ നാടിജനങ്ങളെ നിർമ്മിച്ച ദൈവം, അതിന്റെ പോരായ്മകളെ നികത്തുവാൻ കഴിവുള്ളവനായ ദൈവം, ഇന്ന് പകൽക്കാലം അതിന്റെ ആണിപ്പെടുത്തുള്ള കരം ആ പൈതലിന്റെ ശരീരത്തിന്മേൽ അവിടുന്ന് തൊട്ട് പരിപൂർണ സൗഖ്യം പ്രാപിച്ച് കർത്താവിന് വേണ്ടി ഒരു ഉത്തമ സാക്ഷിയായി ജീവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വിമലയുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു, സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരോട് ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, അവിടുന്ന് ബലപ്പെടുത്തണമേ. ഈ ലോകത്തിൽ ഞങ്ങളുടെ ജീവിതം ശാശ്വതമല്ല എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് അതേ കർത്താവിന് വേണ്ടി കൊള്ളാകുന്നവരായി ജീവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ് അപ്പുറം ഒരു നിത്യതയുണ്ട്, അതെവിടെ ചെലവഴിക്കുമെന്നുള്ളത് ഇന്ന് മുതൽക്കാലം ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ ഓർപ്പിച്ച് ഉണർത്തിയതോർത്ത് സ്തോത്രം. വചനം കേട്ട ആരും നിത്യ ശിക്ഷാവിധിക്ക് പാത്രമായി തീരാതെ വണ്ണം നിത്യജീവൻ അവകാശികളായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ അവിടുന്ന് മാനിച്ചതോർത്ത് സ്തോത്രം. ഈ സഭയെ നിന്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെയും അവിടുന്ന് മാനിക്കണമേ. ശുശ്രൂഷിപ്പാതിന്റെ ദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. എല്ലാത്തിലും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടിരിക്കാതെ സ്തോത്രം. സകല മഹത്വം തിരുവേദിക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ തന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴി നട പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും നമ്മോടും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. We can start from the last row to the front row. Thank you. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗ
മടങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിയിരുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കും ആ മാതൃകയിൽ. മണ്ണിലുറങ്ങിയിരുന്ന